സോ ഞങ്ങളുടെ ലിറ്റിൽ ഹോളിഡേയുടെ ഡേ 2 ഇന്ന് സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലാൻഡ്സിലേക്കാണ് പോകുന്നത്. 3-4 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും ഒരു ബോട്ട് ക്രൂയിസ് ഒക്കെ പ്ലാനിലുണ്ട്. കൂടുതൽ കാഴ്ചകൾ പിന്നെ. ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. സമയം രാവിലെ 6:30 മണി ആയിരിക്കുന്നു. താഴെ ഞങ്ങളുടെ ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും ഹോട്ടലിലേക്ക് കുറച്ച് ദൂരമുണ്ട്. സോ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് ടാക്സി ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ബുക്ക് ചെയ്തിരുന്നു. സോ ടാക്സിയിൽ കയറി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് വൃത്തിയായി ഞങ്ങൾ താഴേക്ക് വന്നിരിക്കുകയാണ്. സോ രാവിലെ ഞങ്ങൾ ടാക്സിയിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ട്രിപ്പ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. സോ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. രാവിലെ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാവിലെ തണുപ്പുണ്ടെന്നർത്താണ് ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ടത്. പക്ഷെ അത്രയും ഒരു തണുപ്പില്ല. ബട്ട് എനിഹൗ ഹൈലാൻഡ്സിലേക്കാണ് പോകുന്നത്. തണുപ്പ് കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. സോ നോക്കാം. ടാക്സി ഒരു ബ്രഹ്മാണ്ഡ ടാക്സിയാണ് കേട്ടോ. നമുക്ക് ഒരു 3-6 പേർക്ക് സുഖമായിട്ട് പോകാവുന്ന ഒരു ടാക്സിയാണ്. ഫ്രണ്ടിലിരിക്കാൻ പറ്റുമോ നീതി ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇറക്കി ഫ്രണ്ടിലേക്ക് വിടാൻ വേണ്ടി പോവുക. 6:45 ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കമ്പനിയുടെ ആളുകളെന്ന് തോന്നുന്നു. ഇവിടെ 2-3 ബസ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നോക്കാം. സോ കമ്പനിയുടെ ആളുകൾ വന്നു. ഞങ്ങളുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ കം ഗൈഡ്. ഓരോരുത്തരായി ബസ്സിനുള്ളിലേക്ക് കയറുകയാണ്. 35 പേരുള്ള ഒരു ട്രിപ്പാണെന്ന് നടക്കുന്നത്. സോ കറക്റ്റ് 7:15 ആയിരിക്കുകയാണ്. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ഫുൾ ബസ് നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. സോ ഒരു ഫൺ ട്രിപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ പോവുകയാണ്. കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിൽ. ബൈ. ബസ്സിൻ്റെ ഡ്രൈവർ കം ഗൈഡാണ് അദ്ദേഹം. ഈ ട്രിപ്പിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല സരസനാണ് കേട്ടോ. കാരണം പറയുന്നതിലെല്ലാം ഒരു വിറ്റ്നസ് ഉണ്ട്. അത്യാവശ്യം കോമഡിയൊക്കെ ചേർത്ത് മനോഹരമായിട്ടാണ് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത്. ബസ് എഡിൻബറ മെയിൻ ആയിട്ടുള്ള പ്രിൻസസ് ടൗണിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ നിന്നും നമ്മൾ മോട്ടോർ വേയിലേക്ക് കയറി ചെല്ലുന്നത് 3 ഡെക്കേഡുകളിലായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള 3 ബ്രഹ്മാണ്ഡ ബ്രിഡ്ജുകളിലേക്കാണ്. സോ അതിൻ്റെ ഓരോന്നിൻ്റെയും ചരിത്രം പുള്ളി നമുക്ക് അത് കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. അത്രയും വലിയൊരു കടലിനെ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള 3 ബ്രിഡ്ജുകൾ. സോ ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഹൈലൻഡ് ഹൗസിനെ കാണാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ ഒരു 3-4 ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം. അവർ നല്ല വിശ്രമത്തിലാണ് കേട്ടോ. നമ്മുടെ വിളികൾക്കൊന്നും കാതോർക്കുന്നില്ല. ആജാനുബാഹു സൈസിലുള്ള ആളുകളാണ്. നന്നായിട്ട് വിശ്രമിക്കുകയാണ്. അവർ വിശ്രമിച്ചോളെ. നേരത്തെ നിർത്തിയ സ്റ്റോപ്പിൽ നിന്നും ഒരു കാപ്പിയൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത്. ബസ്സിൽ കാപ്പിയൊക്കെ നോർന്നുകൊണ്ട് മോട്ടോർ വേയുടെ സൗകര്യമൊക്കെ ആസ്വദിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് ആൾ പറയുന്നത് നമ്മൾ ചെല്ലാൻ പോകുന്നത് പിറ്റ്ലോക്കറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ വിക്ടോറിയൻ ചെറിയ ടൗണിലേക്കാണ്. സോ നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. അതായത് പിറ്റ്ലറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണാണ്. ഒരു വിക്ടോറിയൻ ടൗണാണ്. സോ ഈ ബാക്കിൽ നിങ്ങൾ കാണുന്നത് ഒരു ട്രെയിനിൻ്റെ മോഡലാണ്. ഈ ട്രെയിനിൻ്റെ മോഡൽ ഒരു മിഷൻ ഇമ്പോസിബിൾ ഫിലിമിൽ ടോം ക്രൂയിസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിപ്പോൾ ഒരു തായ് റെസ്റ്റോറൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബട്ട് ഇപ്പോൾ അത് ഓപ്പൺ അല്ല. ഈവനിങ് ആകുമ്പോഴേക്കും അത് ഓപ്പൺ ആകുന്നത്. ഓക്കെ. സോ ഈ വിക്ടോറിയൻ ടൗണിൻ്റെ പഴയ കാലഘട്ടത്തിൻ്റെ എല്ലാ സൗന്ദര്യമുള്ളൊരു ടൗണാണ്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. സോ ടൗണിനുള്ളിലേക്ക് നമ്മൾ കിടക്കുന്നു. ചെന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് പ്രിൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ ഇന്ത്യക്കാരില്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഏത് വിക്ടോറിയൻ കാലഘട്ടത്തിലുള്ള ഏത് പഴയ ടൗണാണെങ്കിലും ഇന്ത്യൻസ് അവിടെ മനസ്സിലാവും.
ചെറുതായി വിശന്നതുകൊണ്ട് രാവിലെ ഗ്രെക്സിൽ കയറി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാനിന്ന് ഇതുവരെ കഴിച്ചു. ഇവിടെ നിന്ന് നമ്മൾ ക്യാഷ് കുറച്ച് കയ്യിലെടുത്ത് പിടിക്കേണ്ടതുണ്ട്. ഹൈലാൻഡ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ ATM സെൻറ്റേഴ്സ് ഒന്നും ഒരുപാടുള്ള സ്ഥലമല്ലത്. ഞങ്ങൾ ടൗണിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചെറിയൊരു ടൗണാണ്, ബട്ട് അത് അത്രയും മനോഹരമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി ചെന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ സ്പോട്ടാണെന്ന് നമുക്ക് തോന്നിയുകൊണ്ടാണ് അവിടെ കയറി ചെന്നത്. അവിടെ നമുക്കൊരു ജലചക്രമൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇവരുടെ ഏസ്തെറ്റിക് സെൻസ് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഓരോ സാധനങ്ങളും ഇത്രയും സൗന്ദര്യാത്മകമായിട്ട് മറ്റുള്ളവർക്ക് അത്രയും നല്ല അനുഭവം നൽകുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനുള്ള ഇവരുടെ ഒരു കഴിവ് സമ്മതിച്ചു കൊടുത്തേ പറ്റും. അവിടെ കുറച്ച് ആളുകളുണ്ട്, ചിലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ചിലർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് ചുറ്റി നടന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എനിഹാവ് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഒരു ട്രിപ്പിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു കൊച്ചു ടൗണിൽ നിന്ന് ലഭിച്ചത്. സോ ഫസ്റ്റ് സ്പോട്ടിലെ ഒരു 30 മിനിറ്റ് കറക്കവും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബസ്സിലേക്ക് വരികയാണ്. സോ ബസ്സിൽ നമ്മൾ അടുത്ത് ചെല്ലുന്ന സ്ഥലത്ത് ഒരു 1 മണിക്കൂർ ബോട്ട് ക്രൂയിസ് ഉണ്ട്. അതിനുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം ബസ്സിൽ നിന്ന്. അതിനായിട്ട് കുറച്ച് സ്കോട്ടിഷ് ക്യാഷൊക്കെ ക്യാഷ് മെഷീനിൽ നിന്ന് എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. നല്ല വിൻറ്റേജ് സംഗീതത്തിൻ്റെ അകമ്പടിയോടെ മറ്റൊരു കാപ്പിയും നുണഞ്ഞുകൊണ്ട് ബസ്സിൽ യാത്ര തുടരുകയാണ്. ഭൂപ്രകൃതികളൊക്കെ പയ്യെ മാറി വരുന്നു. അങ്ങ് ദൂരെയായിട്ട് മലനിരകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഏറെ നാളത്തെ ഒരു സ്വപ്നമായിരുന്ന ഹൈലാൻഡ്സിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസവും സ്വപ്നം കണ്ടുകൊണ്ട്. ഹൈലാൻഡ്സിൻ്റെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ, ടേക്ക് കെയർ.